രാജു പി നായർ, ഇത് എന്താണ് ഒരു ഘട്ടത്തിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയ വേട്ടയല്ല എന്ന് പോലും എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്നറിയാമോ? രാജു പി നായർ, രാജ്നാഥ് സിംഗ് ആയിരുന്നു ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരുന്നിരുന്നെങ്കിൽ ഇതിനോടകം അടിയന്തരമായി എന്തെങ്കിലുമൊക്കെ കിട്ടിയേനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കാരണം എന്താണ്? ഇവിടെ മഹാപ്രളയമുണ്ടായി. രാജ്നാഥ് സിംഗ് അന്ന് വന്ന് കേരളം കണ്ടു. 500 കോടി അന്ന് വൈകിട്ട് പ്രഖ്യാപിച്ചു ശ്രീ രാജു പി നായർ. അപ്പോൾ എമ്പതിയുടെ പ്രശ്നമാണ്. രാജ്നാഥ് സിംഗിനില്ലാത്ത സഹാനുഭൂതി, എമ്പതി അമിത്ഷായ്ക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് രാജു പി നായർ? ഹാഷ്മി, അതിലേക്ക് എത്താം. അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വയനാട്ടിലെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതിൽ വസ്തുതകളും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമാണ്. അതിൽ സംഘപരിവാർ വിരുദ്ധത എത്രയുണ്ട്, കേന്ദ്ര സർക്കാർ വിരുദ്ധത എത്രയുണ്ടെന്നുള്ള ബാരോമീറ്ററായിട്ട് ദയവ് ചെയ്ത് CPM-ന്റെ പ്രതിനിധി സനോജ് വരണ്ട. എന്നെ സംഘപരിവാർ വിരുദ്ധതയും കേന്ദ്ര സർക്കാർ വിരുദ്ധതയും പഠിപ്പിക്കാനും വേണ്ട. അതെനിക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ഞാനിവിടെ ചോദിക്കുന്നത്, ഇപ്പോൾ സനോജ് പറയുന്നു വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പണം. ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, എത്ര വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്? പരമാവധി 1000 വീടുകൾ എടുത്തോ. ഇവിടെ കണക്ക് ഇപ്പോഴും ഇല്ല കേട്ടോ, പക്ഷേ ഇരിക്കട്ടെ. 10,000 വീടുകൾക്ക് സർക്കാർ പറയുന്നത് 10 ലക്ഷം രൂപ വെച്ചിട്ടാണല്ലോ. 1000 വീടുകൾക്ക് സർക്കാർ പറയുന്നത് 10 ലക്ഷം രൂപ വെച്ചിട്ടാണല്ലോ. അങ്ങനെ 10 ലക്ഷം രൂപ വെച്ച് 1000 വീടുകൾ നിർമ്മിക്കേണ്ടി വന്നാൽ പോലും അത് 100 കോടിയല്ലേ ആവുന്നുള്ളൂ. അതിൽ തന്നെ ഏകദേശം 400 വീടുകൾ പല സംഘടനകൾ, ഞങ്ങൾ ഉൾപ്പെടെ പല സംഘടനകളായിട്ട് ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഏകദേശം 600 കോടി എന്ന് വെച്ചാൽ, 600 വീടുകൾ എന്ന് വെച്ചാൽ ഏകദേശം 6 കോടി രൂപ മാത്രമേ, 60 കോടി രൂപ മാത്രമേ അതിനകത്ത് ആവശ്യമുള്ളൂ. 682 കോടി രൂപ കയ്യിലില്ലേ? നിങ്ങൾ പണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ആ പാവപ്പെട്ട മനുഷ്യർക്ക് നീതി നിഷേധിക്കുന്നത്? പണം ലഭിക്കണം, ഒരു സംശയവും വേണ്ട. പണം ലഭിക്കുമ്പോൾ നിങ്ങൾ അത് റീകൂപ്പ് ചെയ്തോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. പക്ഷെ ആ പണത്തിന്റെ തർക്കത്തിന്റെ പേര് പറഞ്ഞ ആ പാവപ്പെട്ട മനുഷ്യർക്ക് നിങ്ങൾ, ഞാൻ ചോദിച്ചല്ലോ, അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് പണം കൊടുക്കാൻ എന്ത് തടസ്സം? നിങ്ങൾ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നു, ശരി, ടൗൺഷിപ്പ് എല്ലാം ഒരേ മാതൃകയിലുള്ള വീട് വേണം, അതെല്ലാം പറയുന്നു. അതിന്റെ സാങ്കേതികത്വത്തിലേക്ക് ഞാൻ വരാം. അവർക്ക് ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക്, സ്റ്റോക്ക് നഷ്ടപ്പെട്ടവർക്ക് സഹായം കൊടുക്കാൻ എന്തുകൊണ്ട് അമാന്തം? നിങ്ങൾ എന്തുകൊണ്ട് 4 മാസം കൊണ്ട് 7.5 കോടി രൂപ മാത്രം ആ 682 കോടിയിൽ നിന്ന് ചിലവാക്കിയിട്ട് അങ്ങോട്ട് ഡൽഹിയിലേക്ക് നോക്കിയിരിക്കുന്നു? ഡൽഹിയിൽ നിന്ന് പൈസ കിട്ടില്ലെങ്കിൽ വേണ്ടെന്നേ. മലയാളിയുടെ ആത്മാഭിമാനം കൊണ്ട് നമുക്കതിനെ നേരിടാം. മലയാളികൾ ഒരുമിച്ച് ചേർന്ന് സമാഹരിച്ചതല്ലേ 682 കോടി. ആ 682 കോടി കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ കണക്ക് പറഞ്ഞ് ഈ ജനങ്ങൾക്ക് നീതി നിഷേധിക്കല്ലേ? അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അവിടെ സ്ത്രീകളെ സഹായിക്കാൻ ഉള്ള മാർഗമില്ല, ചികിത്സ കിട്ടാത്തവർക്ക് സഹായം കൊടുക്കാൻ കഴിയുന്നില്ല. ഈ സ്ഥലം ഏറ്റെടുത്തു. ഞാൻ ചോദിക്കട്ടെ, നിലവിൽ കേസിലുള്ള സ്ഥലം 99 വർഷത്തെ പാട്ടക്കരാറിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഹാരിസൺ മലയാളവുമായിട്ട് കേസുള്ള സ്ഥലം നിങ്ങൾ ഇതിന് തെരഞ്ഞെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം നിങ്ങൾ എടുക്കാൻ പോകുന്നു. അതിനു പകരം അവിടുത്തെ തൊഴിലാളി പ്രശ്നം പോലും പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടതാണ്. അവരോട് സംസാരിച്ച് സമവായത്തിൽ അവിടെ ചെയ്യാൻ. ഞാൻ ചോദിക്കട്ടെ, വയനാട് ആരെങ്കിലും ഇതിനു വേണ്ടി ഭൂമി തരില്ല എന്നുള്ള വാശി പിടിക്കുമോ? പകരം ഏകപക്ഷീയമായിട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ആ ഏകപക്ഷീയമായിട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് നിയമക്കുരുക്കിലേക്ക് പോകുന്നു. ഇനി ആ നിയമക്കുരുക്ക് കഴിഞ്ഞ് ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട മനുഷ്യർക്ക് 2 മാസം കഴിഞ്ഞ് വാടക കിട്ടാത്തവരുണ്ട് ഹാഷ്മി. ഇവരാരോട് പോയി പറയണം? നിങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി ഈ പണം കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ മത്സരിക്കുകയല്ലേ? ആ പണം കിട്ടട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പണം കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് CMDRF-ലേക്ക് റീകൂപ്പ് ചെയ്യാനുള്ള ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അത് ചെയ്യാൻ സാധിക്കും. പക്ഷെ 682 കോടിയിൽ 7.5 കോടി മാത്രം ചെലവഴിച്ച് ബാക്കി പണം കയ്യിൽ വെച്ചിട്ട് ആ പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിതം തിരിച്ചുപിടിക്കാൻ നിങ്ങൾ സഹായിക്കില്ല എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാർ, ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അതേ മനോഭാവമാണ്. നിങ്ങൾക്ക് പണത്തിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ അതേ മനോഭാവമാണ്. വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ വിലപേശലാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ കേന്ദ്ര വിരുദ്ധത കത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ആ കേന്ദ്ര വിരുദ്ധതയ്ക്കൊപ്പം ഞങ്ങൾ നിൽക്കാം. പക്ഷെ ആ പാവപ്പെട്ട അവിടുത്തെ മനുഷ്യർക്ക് നീതി കൊടുത്തിട്ട് വേണം കേന്ദ്ര വിരുദ്ധ സമരവും അല്ലെങ്കിൽ കേന്ദ്ര വിരുദ്ധ വേണ്ടി നിൽക്കാൻ. ഇല്ലേ, കോടതിയിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാന്നേ. നമ്മൾ ഒരുമിച്ചല്ലേ പോയി അമിത്ഷായെ കണ്ടത്? ഞങ്ങളല്ലേ ലോക്സഭയിൽ ഉന്നയിച്ചത്? ഇന്ന് ശശി തരൂർ ഉന്നയിച്ചല്ലോ, പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചല്ലോ, രാഹുൽ ഗാന്ധി ഉന്നയിച്ചല്ലോ. ഞങ്ങൾ ആ സമരത്തിന് മുന്നിൽ. ആ പാവപ്പെട്ട മനുഷ്യർക്ക് പണം കൊടുക്കാതെ, ആ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ നോക്കാതെ നിങ്ങൾ നടത്തുന്നത് ആ ജനങ്ങളോടുള്ള വഞ്ചനയാണ്. ഉറപ്പായും ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കേന്ദ്ര സംസ്ഥാന പഴിചാരലുകൾ തുടരട്ടെ. പക്ഷെ ഒരു കാര്യം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട കേരളമേ, നമ്മൾ ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസം എന്നോണം അതിൻ്റെ ഇരകളോട് സംസാരിക്കുന്ന അനുഭവത്തിൽ പറയുന്നതാണ്, ആ മേഖലയുടെ അവസ്ഥ അതിഭീകരമാണ്.
വല്ലാത്ത രീതിയിലുള്ള സ്വത്ത് പ്രതിസന്ധിയിലൂടെയും മനോവിഷമങ്ങളിലൂടെയും ജീവനോപാധി നഷ്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന കുറേ അധികം മനുഷ്യരെ നമ്മൾ ദിവസേന നമ്മൾ കേൾക്കുകയാണ്. ഈ ഗതികളിൽ ഒരാൾ ഒരു അതിക്രിയ ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ അവസ്ഥയാവില്ല, ഈ സ്ഥിതിയാവില്ല. പ്രധാനമന്ത്രിക്കൊപ്പം ചുരമിറങ്ങിപ്പോയ 4 മന്ത്രിമാരുടെ മന്ത്രിസഭാ ഉപസമിതിയുണ്ട്. അത് പിന്നെ ചേർന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ചേർന്നിട്ടുണ്ടാവാം. ഒരിക്കൽ കൂടി ആ മന്ത്രിസഭാ ഉപസമിതി ചുരം കയറണം, അവിടെ ഇരിക്കണം, ഈ ആൾക്കാരെ ഒന്ന് വിളിക്കണം, കേൾക്കണം, കേട്ടേ മതിയാകൂ.